നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ നാണക്കേട് ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവസാനിക്കില്ലത്. അവിടെ നിൽക്കാതെ ഇപ്പൊ ഒരുത്തനെ കൊന്ന് കത്തിച്ച കേസിൽ ജയിലിനുള്ളിലും. ഇനി അവരെ കുറിച്ചൊരു നാണക്കേട് തോന്നിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതിന് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോവുകയുള്ളൂ. അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. പക്ഷെ ഇതൊന്നും നന്ദനെയും നന്ദന്റെ വീടിനെയും ഇനിയെങ്കിലും ബാധിക്കാൻ പാടില്ല. ശരണ്യ എന്ന മലിന വസ്തുവിനെ നന്ദന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തന്നെ നന്ദനെ എന്നേക്കുമായി രക്ഷപ്പെടും. പിന്നെയൊക്കെ നന്ദന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ശരണ്യ നന്ദനെയും കാത്ത് വീട്ടിലിരിപ്പുണ്ടെന്ന് നന്ദനോട് പറഞ്ഞ അതിനൊരു ത്രില്ലുണ്ടാവില്ല. ഇന്നത്തോടെ അവളുടെ അവിടുത്തെ പൊറുതി തീരാൻ ഞാൻ കുത്തിവെച്ച വിഷം മാത്രം മതി. അമ്മേ 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 എന്നെ വിട്ട് പോവല്ലേ അമ്മേ. അമ്മേ 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 ഞാനും വരുന്നു. അമ്മേ 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 അമ്മ എന്നെ അമ്മ. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. സ്വപ്നം കണ്ടതാ. അല്ല, എന്നെ ഇട്ടേച്ച് അമ്മ പോയി. മോനൊന്ന് സമാധാനമായിട്ട് കിടക്ക്. അമ്മ ഇങ്ങ് വേഗം വരുമല്ലോ. എന്ന് ചേച്ചി പോയി അമ്മയോട് വേഗം വരാൻ പറ. പറയാലോ. നേരം വെളുക്കട്ടെ. ഇപ്പൊ മോൻ ഉറങ്ങിക്കോ. അമ്മ ആകാശത്തിലേക്ക് പോകുന്ന ഞാൻ കണ്ടു. അപ്പൊ ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടും അമ്മ കേട്ടില്ല. എവിടെ പോയാലും അമ്മ വരും. നമ്മൾ ആരെയും വിട്ട് അമ്മ എങ്ങും പോവില്ല. നമുക്ക് വേണ്ടിയിട്ട് അമ്മ കഷ്ടപ്പെടുന്നതൊക്കെ. മോൻ ഉറങ്ങിക്കോ. ചേച്ചി അടുത്ത് തന്നെ ഉണ്ട്. സമാധാനമായിട്ട് ഉറങ്ങിക്കോ. അലോക ഉറങ്ങിയ മോളെ? മുത്തശ്ശ, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, മുത്തശ്ശന് തോന്നിയതാ. മോള് കിടക്കുന്നില്ലേ? അലോക സ്വപ്നം കണ്ട് കരഞ്ഞെഴുന്നേറ്റു. ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ അവനെ ഉറക്കുമായിരുന്നു. മറ്റെന്തും നേരിടാം. അമ്മയെ കാണാതുള്ള കുഞ്ഞിന്റെ സങ്കടം ഓർക്കുമ്പോ നെഞ്ചു പിടയുകയാ. ഇനി എന്തൊക്കെ കണ്ടാലാ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ പറ്റുക? ആർക്കറിയാം.
ദേ അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തി. അതിനിങ്ങനെ വിളിച്ചു പോകുന്നതിന് കാര്യമുണ്ട്. നീ എത്തിയിട്ട് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക എല്ലാരും. എന്ത് തീരുമാനമാണ് നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഈ വീട്ടിൽ ഇനി ആരൊക്കെ ജീവിക്കണമെന്ന് ഇപ്പൊ തീരുമാനിക്കണം. ആ ശരണ്യ വന്ന് കേറിയിട്ടുണ്ട്. അല്ല, അതിനിപ്പോ ഞാനെന്ത് വേണം? മുത്തശ്ശിയുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള അഹങ്കാരത്തില് അവള് ദേ അകത്ത് കയറി പൊറുതി തുടങ്ങിയിരിക്കുക. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവിടെ ഉള്ളവർക്ക് മാനാഭിമാനത്തോടെ ജീവിക്കണം. ഞാൻ ഇവിടെ നല്ല മാനാഭിമാനത്തോടെ ജീവിക്കുന്നത്, അതുപോലെ. കള്ളും കുടിച്ച് ബോധം പോയുള്ള വർത്താനം കേട്ടില്ലേ? കള്ളു കുടിച്ചത് ഞാനാ, നിങ്ങളാരും അല്ലല്ലോ. ഇവിടെ ഉള്ളവരോട് വർത്താനം പറയണമെങ്കിൽ അല്പം ബോധം പോണം. എന്താ നീ ഇങ്ങനെ മദ്യപിച്ച് ലക്ക് കേട്ടോണ്ടൊന്നും ഒരു കാര്യമില്ല. കാര്യങ്ങളുടെ ഗൗരവം കണ്ണു തുറന്ന് കാണണം. ഒന്നും കാണാതെ അറിയാതെ ഇരിക്കുന്ന സുഖം. എന്താ ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട്. കള്ളും കുടിച്ച് വന്നിട്ട് എല്ലാത്തിന്നും ഒഴിഞ്ഞു മാറാന്നാണോ നിന്റെ വിചാരം? ഇവിടുത്തെ പ്രശ്നത്തിൽ നീയായിട്ടൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാം. അതോടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. അതോടെ പ്രശ്നങ്ങൾ തീരില്ല. ചെന്ന് അവളെ പിടിച്ച് പുറത്താക്ക്, എന്നിട്ട് പറഞ്ഞുവിട്. ഞാൻ ആരോടൊന്നും പറയാനും പോകുന്നില്ല, ഇറക്കി വിടുന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതങ്ങ് ചെയ്തോ. മനനന്ദ, എന്തൊരു കോലാടാ ഇത്. മതിമാരോട് ശീലമാക്കിയിരിക്കുകയാണല്ലേ. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്തായിരിക്കും അറിഞ്ഞാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാത്തിന്റെയും ഭവിഷ്യത്തുകള് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ. ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? നീ വിവാഹിതനാണ്. നിന്റെ ഭാര്യയാണ് ശരണ്യ. അവൾ എങ്ങോട്ടാണ് പോയത്, എന്തൊക്കെയാണ് അവൾ അനുഭവിച്ചതെന്നതിനെ പറ്റി വല്ല അറിവുണ്ടോ നിനക്ക്? ഒന്നും എനിക്ക് അറിയില്ല. എനിക്കിട്ട് അറിയുകയും വേണ്ട. വേണം, എല്ലാം നീ അറിയണം. താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന്റെ ജീവിതവും സുരക്ഷിതത്വവും നോക്കേണ്ടതേ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അത് പാലിക്കാതിരിക്കാൻ നിനക്ക് സാധിക്കില്ലട മോനെ. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. മതി, നിർത്തിക്കോ. അതാ എല്ലാവർക്കും നല്ലത്. എടാ നന്ദൂട്ടാ, ശരണ്യയുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കാത്തിരുന്നവർക്ക് തൃപ്തിയായല്ലോ. ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവരുത്. അതാ മുത്തശ്ശിയുടെ ആഗ്രഹം. മുത്തശ്ശിയുടെ രണ്ട് വർത്താനം പറയാൻ പാടില്ലായിരുന്നു അച്ഛന്. മിണ്ടരുത്, കേറി പൊക്കോളാകത്ത്. മോനെ നന്ദ, മുത്തശ്ശിയോട് നിനക്ക് ദേഷ്യമാണോ? എന്താ മോനെ നിനക്ക് പറ്റിയത്? ആരെങ്കിലും അടുത്ത് വരുന്ന പോലും എനിക്ക് അസ്വസ്ഥത. നിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുക. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്നാ എനിക്കൊന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന. മനസ്സമാധാന സന്തോഷമൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് വരണം മോനെ. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മുത്തശ്ശി, പറ്റുന്നില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മറ്റെല്ലാം മറന്ന ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് പോലും എന്നെ ഉപേക്ഷിച്ചു പോയി. നീ അങ്ങനെ വെറുതെ വിചാരിക്കുക. അവള് നിന്നെ വിട്ടുപോയതൊന്നും അല്ല. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മനസ്സ് തകർന്നു പോയ ഒരു ഘട്ടത്തിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി അവൾ ഇറങ്ങിപ്പോയതാടാ. കുറച്ചു ദിവസങ്ങൾ ആരെയും അറിയിക്കാതെ ഒരിടത്ത് അവള് മാറി നിന്നു. അത് എന്റെ അറിവോടെയാണെന്ന് കൂട്ടിക്കോ. അവളെ ന്യായീകരിക്കാൻ വേണ്ടി മുത്തശ്ശി എന്ത് കഥയും മെനഞ്ഞുണ്ടാക്കുമെന്ന് എനിക്കറിയാം. അവളുടെ കുടുംബത്തിലുള്ളവരുടെ ചെയ്തികൾ കൊണ്ട് സൊസൈറ്റിയിൽ എനിക്കുണ്ടായ മാനക്കേട് ഈ ജന്മം മാറാൻ പോകുന്നില്ല.